ഒന്നുമില്ല. അങ്ങോട്ട് മാറി നിൽക്ക്. ഗൗരവം കുറച്ച് കൂടുതലാണ് കേട്ടോ. അതെ, കൂടുതലാണ്. ഞാനന്ന് ശരിക്കും വിചാരിച്ചത് എന്നെ ഫോളോ ചെയ്താണെന്നാ. പറഞ്ഞതൊക്കെ അബദ്ധമായെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. വിഡ്ഢികൾക്ക് അബദ്ധം പറ്റുന്ന സാധാരണയല്ലേ, അതിലിത്ര വിഷമിക്കാനൊന്നുമില്ല. സമ്മതിച്ചു, ഞാൻ വിഡ്ഢി തന്നെയാ. കഴിഞ്ഞ തവണത്തെ കോളേജ് മാഗസിനിൽ ഉദയന്റെ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നില്ലേ? ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഈ ബോർഡ് എഴുത്തല്ലാതെ അത്തരം പെയിന്റിംഗ്സ് ഒക്കെ വരച്ചൂടെ? വരച്ചുകൂടാ. പെയിന്റിങ്സ് മാത്രം വരച്ച എല്ലാവരുടെയും പ്രശംസ നേടിയ ഒരാളെ എനിക്കറിയാം. സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വയസ്സുകാലത്ത് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണമെന്ന് പുള്ളിക്കാരൻ മറന്നുപോയി. എന്റെ അച്ഛന്റെ കാര്യമാണ്. മകൻ അതുപോലെ ആവാതിരുന്ന പോരെ? അതുപോലെ അല്ലല്ലോ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാത്ത ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. എന്നാ എനിക്കൊരു പെയിന്റിംഗ് വരച്ചു തരോ? കാശ് തരാം. പിന്നെ ഇത്തരം കിന്നാരൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ ആ ടൈപ്പല്ല. ഞാൻ തന്നോട് കിന്നരിക്കാൻ വന്നോ? തുടക്കം കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ആദ്യം ഒരു ജാട, പിന്നെ സോറി, പിന്നെ ഒരു പ്രശംസ, പിന്നെ പ്രേമം. പ്രാരാബ്ദമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളുടെ ഒരു ലൈനായത്. അയ്യടാ, ആ ഒരു ലൈൻ താൻ എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, ഞാൻ പൊതുവെ